പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വേദികൾക്ക് പുഷ്പങ്ങളുടെ പേര് നൽകിയപ്പോൾ താമരയെ ഒഴിവാക്കിയ സംഭവത്തിൽ പ്രതികരണവുമായി ബിജെപി സംസ്ഥാന സെക്രട്ടറി എം വി ഗോപകുമാർ. താമരയുടെ പേര് ഒരു വേദിക്ക് പോലും ഇടാൻ ധൈര്യമില്ലാത്ത സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് എം വി ഗോപകുമാർ പറഞ്ഞു. നിലവിലെ തീരുമാനം അടിയന്തരമായി തിരുത്തണമെന്നും അല്ലാത്തപക്ഷം ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം നടത്തുമെന്നും എം വി ഗോപകുമാർ പറഞ്ഞു. അപ്പോൾ അവർ വിവാദത്തെ ഭയക്കുന്നു, അല്ലെങ്കിൽ തീവ്രവാദികളെ ഭയക്കുന്നു. അതുകൊണ്ടാണ് താമര എന്ന ദേശീയ പുഷ്പത്തെ, ആ താമരയുടെ പേര് ഒരു സ്റ്റേജിലിടാൻ പോലും അവർ ഭയപ്പെടുന്നു. അതുകൊണ്ട് അത് തിരുത്തിയേ മതിയാകൂ. തിരുത്തിയില്ലെങ്കിൽ അവരെ കൊണ്ട് തിരുത്തിക്കാൻ ആവശ്യമുള്ള സമീപനം BJP സ്വീകരിക്കും. ിരിക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിലാണ് പുഷ്പങ്ങളുടെ പേര് നൽകിയപ്പോൾ താമരയെ ഒഴിവാക്കിയ സംഭവത്തിൽ പ്രതികരണവുമായി ഇപ്പോൾ BJP സംസ്ഥാന സെക്രട്ടറി എം വി ഗോപകുമാർ രംഗത്തെത്തിയിരിക്കുന്നത്. താമരയുടെ പേര് ഒരു വേദിക്ക് പോലും ഇടാൻ ധൈര്യമില്ലാത്ത സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് എന്നതാണ് ഗോപകുമാർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ദേശീയ പുഷ്പമാണ് താമര. ആ താമരയുടെ പേരിടാൻ ഒരു വേദിക്ക് പോലും ധൈര്യമില്ലാത്ത സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. നിലവിലെ തീരുമാനം അടിയന്തരമായി തിരുത്തണമെന്നും അല്ലാത്തപക്ഷം ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം നടത്തുമെന്നുമാണ് എം വി ഗോപകുമാറിന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അടുത്ത ആഴ്ചയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കാൻ പോകുന്നത്. ഈ സ്കൂൾ കലോത്സവത്തിന്റെ വേദികൾക്ക് പല പുഷ്പങ്ങളുടെ പേരാണ് സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്നത്. ഈ പുഷ്പങ്ങളുടെ പേരിലാണ് ഇപ്പോൾ താമര എന്ന് പറയുന്ന പുഷ്പത്തിന്റെ പേര് ഇല്ലാതാക്കിയിരിക്കുന്നത്. ദേശീയ പുഷ്പമാണ് താമര. താമരയുടെ പേരാണ് ഇപ്പോൾ ഇല്ലാതാക്കിയിരിക്കുന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ BJPയുടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോപകുമാറിന്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്.